ഹായ് ഹലോ വെൽക്കം ടു ബിഗ് ബോസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ, അഫ്സൽ, വിവി. എനിക്കറിയാവുന്നിടത്തോളം വിവി അഫ്സലിൻ്റെയും ജാസ്മിൻ്റെയൊക്കെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം വിവി എൻ്റെയും ഫ്രണ്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കാസർഗോഡ് പോയ ഇഷ്യൂസിൽ ഒക്കെ വിവി ഇൻവോൾവ് ആയിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ വിവി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നിങ്ങളത് എത്ര പേര് കണ്ടെന്നറിയില്ല. അപ്പോൾ അതെനിക്കൊന്ന് എടുത്ത് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ജാസ്മിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ജാസ്മിൻ മഹാമതിയാണെന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ എനിക്ക് വിവിയുടെ വീഡിയോ ആണ് എനിക്ക് വെക്കാനുള്ളത്. വിവി അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജാസ്മിൻ അതിനകത്ത് ഫസ്റ്റിലെ കമ്മിറ്റഡാണെന്ന് പറയുന്നു, പിന്നെ അത് മാറ്റി പറയുന്നു. ആക്ച്വലി ജാസ്മിൻ കമ്മിറ്റഡ് ആണ്. ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം ആരും അറിയാതെ വീട്ടുകാർ തന്നെ നടത്തി, അധിക പേരിലേക്ക് എത്തിക്കാതെ വെച്ചിരുന്നതാണ്. അതിനകത്ത് ചെന്നിട്ട് കണ്ട കാമുകന്മാരുടെ എല്ലാം പേര് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. അത് കണക്ക് ഈ പയ്യനോട്ട് കമ്മിറ്റഡ് അല്ല, എന്താ പറയുക, വെറുതെ വാക്കുറപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. ശരിയാണ്, വാക്കുറപ്പിക്കുന്നതിനാണ് കമ്മിറ്റഡ് എന്ന് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് യഥാർത്ഥമായിട്ട് ജാസ്മിൻ. നിങ്ങളെത്ര സദാചാര മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിപ്പിടിച്ചാലും ഉള്ള കാര്യം ഞാൻ പറയട്ടെ, അഫ്സലിനടക്കം ഈ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു. കൃത്യമായി അഫ്സൽ ഈ കാര്യത്തിൽ എന്താ പറയുന്നത്, ജാസ്മിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അഫ്സൽ ജീവിതത്തിലേക്ക് ജാസ്മിനെ കൂട്ടിയത്. കൂടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. വളരെ നല്ല ഒരു മനുഷ്യനായിട്ടാണ് അഫ്സലിനെ പറ്റി എനിക്കും അറിയാവുന്നത്, എനിക്ക് അറിയുന്ന വഴി വെച്ച് പറയുവാണെങ്കിൽ. അപ്പോൾ അഫ്സലിനൊരു നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഫ്സലിൻ്റെ മനസ്സിലും ഇതുപോലെ എന്തോ പറയുന്നൊരു മോശം അനുഭവമാണ്, അല്ലെങ്കിൽ മോശം മെസ്സേജാണ് ജാസ്മിനെ പറ്റി കിട്ടുന്നത്. എന്തായാലും ആ വിവാഹം മുടങ്ങി എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയുന്നത്. അതാണെങ്കിൽ ജാസ്മിനെ ഒരുപാട് ഇത് ചെയ്യുന്ന, ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരുന്നു വിവി. വിവിക്കും ഈ കാര്യത്തിൽ, അഫ്സലിൻ്റെ കാര്യത്തിൽ വലിയ ദുഃഖമുണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാർത്തകളും എന്താ പറയുക, അവനതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ജാസ്മിനെ ഒരു രീതിയിലും അനുകൂലിക്കാൻ പറ്റത്തില്ല. ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്, ജാസ്മിൻ്റെ ഫാമിലിയുടെ ഇൻ്റർവ്യൂ എടുത്തത് എല്ലാം വിവിയായിരുന്നു. ജാസ്മിനെ അവിടെ ആദ്യം മുതലേ ഒരു എതിർപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ജാസ്മിൻ വിവിയുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നത്. പക്ഷേ ജാസ്മിൻ്റെ പ്രവൃത്തികൾ ജാസ്മിനെ ചതിച്ചിരിക്കുന്നു. ജാസ്മിൻ്റെ യഥാർത്ഥ സ്വഭാവം അത് വെളിയിലേക്ക് വന്നിരിക്കുന്നു. എന്താ പറയുന്നത്, കൂടെ നിന്നവർക്കെല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു ജാസ്മിൻ. ഇവിടെ എന്താണ് കാണിക്കുന്നത്, ഒരു ഗബ്രിയെ കണ്ടപ്പോൾ, ഒരു സിനിമാക്കാരനെ കണ്ടപ്പോൾ അഫ്സൽ എന്നുള്ള ഒരു സ്നേഹമുള്ള ഒരു മനുഷ്യനെ കളയുന്നു. അതിനുശേഷം ഇത്രയും ജനങ്ങളെ പറ്റിക്കുന്നു, ഈ കൃത്യമായി നുണകൾ പറയുന്നു. മാത്രമല്ല, ജാസ്മിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടവർക്കറിയാം, ഹൈജീനിനെ പറ്റി കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞത് പോട്ടെ, 2 ദിവസം കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞത് പോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറയുമാതിരി ചായയെ തുമ്മുക, കഴിഞ്ഞ ദിവസം സ്പൂൺ എടുത്തിട്ട് ആ ചായയൊക്കെ ഒരു വായി വെച്ച് സ്പൂൺ എടുത്തിട്ട് തിരിച്ച് അതേ ചായ തന്നെ ഇടുന്നു. ഇത് ഇത്രയും പേരുടെ ഹൈജീനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ജാസ്മിൻ? ജാസ്മിൻ, നിങ്ങളുടെ കുടുംബത്ത് വന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഇത് കണക്കുള്ളൊരു മോശം രീതി അവിടെ കണ്ടസ്റ്റൻസിനോട് കാണിക്കരുത്. വളരെ മോശമാണ് ജാസ്മിൻ. അതേ കണക്ക് തന്നെ അഫ്സൽ ഈ ബന്ധമായിട്ട് ഒഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അഫ്സലിനെ ബിഗ് ബോസിലോ മറ്റോ വിളിച്ചു കഴിഞ്ഞാൽ അഫ്സൽ പോകും. പക്ഷേ ഒരിക്കലും അത് അവളെ സ്വീകരിക്കാനല്ല. അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജെനുവിനിറ്റി അവിടെ തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് അഫ്സലിൻ്റെ ലക്ഷ്യം. അപ്പം എന്താ പറയുന്നത്, ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയാണ് പറയുള്ളത്. നിങ്ങൾക്ക് വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ കാണാം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.